തിരുവനന്തപുരത്തെ സഹാക്കളെല്ലാം കൂട്ടത്തോടെ കുത്തിയിരുന്ന ആര്യ രാജേന്ദ്രനെ സ്മരിക്കുകയാണിപ്പോൾ. ഇതുവരെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയിരുന്ന കോർപ്പറേഷൻ കൊണ്ടുപോയി തുലച്ചവൾ. കാരണം പണി ഓരോന്നായി മേടിച്ചു കൂട്ടുകയാണ് സഹാക്കൾ. അവരിരുന്ന് കരയുകയാണ്. പ്രശാന്ത് MLA ഓഫീസ് ഒഴിയണമെന്ന് കൗൺസിലർ ആർ ശ്രീലേഖ ഉത്തരവിട്ടതിന്റെ നാണക്കേടിലാണ് CPM ഇപ്പോൾ. പ്രശാന്ത് ശ്രീലേഖ പോരുമുറുകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളാകുന്നത് ആര്യ രാജേന്ദ്രനുമാണ്. BJPയുടെ ഐശ്വര്യം, തലസ്ഥാനത്തെ സഹാക്കളുടെ അഹന്ത, ആര്യ രാജേന്ദ്രന് നല്ല നമസ്കാരം എന്നാണ് ട്രോളുകൾ. ചില ഗ്രൂപ്പുകളിൽ നിറയുന്ന ട്രോളുകൾ മുൻ മേയർ ബ്രോയോട് ആര്യ എന്നാൽ പിന്നെ ആ MLA ഓഫീസ് അങ്ങ് ഒഴിഞ്ഞു കൊടുത്തേക്ക്, കേട്ടോ, മിണ്ടിപ്പോകരുത്, നീ ഒറ്റ ഒരുത്തിയാണ് ഈ ഗതികേടിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിച്ചത് എന്ന തരത്തിലേക്കും ട്രോളുകൾ വരുന്നുണ്ട്. ഇനി എന്നാണോ അവന്മാർ AKG സെന്റർ കൊണ്ടുപോകുന്നത് എന്ന രീതിയിലും സൈബർ ഇടത്തിൽ ട്രോളി കൊല്ലുകയാണ് എല്ലാവരും കൂടി. ആര്യ രാജേന്ദ്രനെ പൊള്ളിക്കുന്നത് CPM സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന വിമർശനവും പുളിച്ച തെറിവിളിയുമാണ്. കോർപ്പറേഷൻ കൊണ്ടുപോയി BJPക്ക് കൊടുത്തത് ആര്യ രാജേന്ദ്രന്റെ പിടിപ്പുകേടാണ്. ഇപ്പോൾ പ്രശാന്ത് MLA ഓഫീസ് ഒഴിയണമെന്ന് ശ്രീലേഖ പറഞ്ഞതിന്റെ കാരണക്കാരിയും ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. ഇനി 5 വർഷം BJPയുടെ ഈ അഹങ്കാരം കാണണമെന്നും എല്ലാം വരുത്തിവെച്ചത് ആരാണെന്നും അറിയാമെന്നും സൈബർ കമ്മികൾ പറയുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടപടലം CPM മൂക്കും കുത്തി വീണപ്പോൾ, കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയപ്പോൾ മുതൽ ആര്യ രാജേന്ദ്രന് നേരെ വലിയ രീതിയിലായിരുന്നു CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ ഇളകി ഇറങ്ങിയത്. ആര്യയ്ക്ക് ഒരു ദയാദാക്ഷിണ്യവും ഇവർ കൊടുത്തില്ല. വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതിര് കടന്നു പോകുന്ന തെറിവിളിയിലേക്കും വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ആര്യ രാജേന്ദ്രൻ തകർന്നടിഞ്ഞ് വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയായിരുന്നു. ആ സമയങ്ങളിലെല്ലാം തോൽവിയുടെ ക്ഷീണം പോലും മാറിയിട്ടില്ല. അതിന്റെ കൂടെയാണ് അടുത്ത അടിയും ഇപ്പോൾ ആര്യയ്ക്കിട്ട് കിട്ടുന്നത്. തിരുവനന്തപുരം കൊണ്ടുപോയി തുളച്ചിട്ട് ഇനി കോഴിക്കോടും കൂടി ചെന്ന് കയറ്, അവിടെയും കുളം തോണ്ടാനാണ് ഭാവമെങ്കിൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ള വിമർശനങ്ങളും സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വന്നിരുന്നു. സൈബർ ഗ്രൂപ്പുകളിൽ മാത്രമല്ല, ആര്യ രാജേന്ദ്രനെ മുതിർന്ന നേതാക്കൾ വിമർശനം ഉന്നയിക്കുകയും പൊതുമധ്യത്തിലേക്ക് വന്നു നിന്ന വിമർശനം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ആര്യ രാജേന്ദ്രന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം രാഷ്ട്രീയ ഭാവി അസ്തമിച്ച അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേമത്തെ സീറ്റ് നോക്കി വെള്ളമിറക്കിയ ആര്യയ്ക്ക് ഇനി ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും നിൽക്കാൻ കഴിയുമോ? ഇവർ സീറ്റ് കൊടുക്കുമോ? സീറ്റ് കൊടുക്കാൻ അണികളും മറ്റ് നേതാക്കളും അനുവദിക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആര്യയ്ക്ക് വലിയ ധാർഷ്ട്യമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ധാർഷ്ട്യത്തിനും കൂടിയാണ് കോർപ്പറേഷനിൽ നിന്ന് CPMന് തിരിച്ചടി കിട്ടിയത്. ആര്യയുടെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാടുകൾ BJPക്ക് വഴിയൊരുക്കി കൊടുത്തു എന്ന് വേണം പറയാൻ. അതായത് ജനങ്ങളെ പൂർണ്ണമായും വെറുപ്പിച്ചതിന്റെ ഒരേ ഒരു ഉത്തരവാദി ആര്യ രാജേന്ദ്രനാണ്. ആര്യയുടെ അഹങ്കാരവും ധാർഷ്ട്യവും തന്നെയാണ് കോർപ്പറേഷൻ ഭരണം കയ്യിൽ നിന്ന് പോകാൻ കാരണമെന്ന് പല നേതാക്കളും പച്ചയ്ക്ക് പറയുന്നു. തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി യോഗങ്ങളിൽ ആര്യ വിഷയം വലിയ ചർച്ചയാകുകയും ചെയ്തിരുന്നു. നേതാക്കൾ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത് മാത്രമല്ല, ആര്യ മേയർ കസേരയിൽ ഇരുന്ന കാലത്ത് പല അഴിമതികൾ നടന്നിട്ടുണ്ടെന്നും ഇതിലെല്ലാം അന്വേഷണം നടത്തണമെന്നും BV രാജേഷും പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ഒരു അന്വേഷണം വന്നാൽ തലസ്ഥാനത്തെ പല നേതാക്കളും വെള്ളം കുടിക്കും. കോർപ്പറേഷനിൽ പിൻവാതിൽ നിയമനങ്ങൾ ആര്യയുടെ കാലത്ത് തകൃതിയായിരുന്നു. കൂടാതെ നഗരത്തിലെ ഉന്നതന്മാർക്ക് വഴിവിട്ട് പലതും ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. ആര്യയുടെ കാലയളവിൽ നടന്നിട്ടുള്ള അനധികൃത ഇടപാടുകളിൽ എല്ലാം അന്വേഷണം ശക്തമാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ആര്യയെ മുന്നിൽ നിർത്തി വൻ സാമ്പത്തിക ക്രമക്കേടുകൾ CPM ഉന്നതർ നടത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ പേടിച്ചിരണ്ടിരിക്കുകയാണ് നേതാക്കന്മാർ. ഒരന്വേഷണം വന്നാൽ പെട്ടുപോകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്. വീണ്ടും അഴിമതി ആരോപണത്തിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അടപടലം നിയമസഭയിലും വീഴും എന്നുള്ള ഭയം നേതാക്കന്മാർക്കുണ്ട്. അപ്പോഴാണ് ഒരറ്റത്തു നിന്ന് ശ്രീലേഖ ആദ്യ ബോംബ് പൊട്ടിച്ചത്. ഇതിനെല്ലാം കാരണക്കാരി ആര്യാണെന്ന വൈരാഗ്യത്തിലാണ് തലസ്ഥാനത്തെ CPM നേതാക്കൾ. പ്രശാന്ത് MLAയുടെ ഓഫീസ് ഒഴിയാൻ ശ്രീലേഖ ഉത്തരവിട്ടതിന് പിന്നാലെ കലിതുള്ളി ഇറങ്ങിയിരിക്കുകയാണ് CPM നേതാക്കൾ. ശ്രീലേഖയുടെ രംഗപ്രവേശനം ഗംഭീരം. ഇത്ര അഹങ്കാരം പാടില്ല. സർവീസ് കാലത്ത് നടത്തിയ മനുഷ്യ വിരുദ്ധ തുടർച്ച എന്നാണ് കടകംപള്ളി വിമർശനം ഉന്നയിച്ചത്. ശാസ്ത്രമംഗലത്തെ വോട്ടർമാർക്ക് തെറ്റുപറ്റി, അഹങ്കാരം 5 വർഷം സഹിക്കണമെന്നും കടകംപള്ളി വിമർശനം ചൊരിഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ നാവ് വായിലേക്ക് ഇട്ടിട്ടില്ല. കടകംപള്ളിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൂര തെറിവിളിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും CPMന്റെ അത്ര രാഷ്ട്രീയമില്ല എന്നാണ് കടകംപള്ളിക്ക് ഇതിനുള്ള മറുപടിയായി ആളുകൾ കൊടുത്ത മറുപടി എന്ന് പറയുന്നത്. അതായത് CPMനെ സംബന്ധിച്ചിടത്തോളം CPM ഇപ്പോൾ വലിയ നാണക്കേടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയത്തിലൊക്കെ വല്ലാത്ത പോര് മുറുകുകയാണ്. ഒരു ദയാദാക്ഷിണ്യം ഇവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അതായത് തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി യോഗങ്ങളിലടക്കം വലിയ രീതിയിൽ ആര്യക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. ശബരിമലയിൽ നിന്ന് കട്ട സ്വർണവും പണവും കൊണ്ടുവയ്ക്കുക എന്നിട്ടാകാം വാചകമടി എന്ന കടകംപള്ളി സുരേന്ദ്രനും വിമർശനം വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പല വിമർശനങ്ങളാണ് ഈ വിഷയത്തിൽ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രശാന്ത് ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കണമെന്നുള്ള ശ്രീലേഖയുടെ ആവശ്യത്തെ പിന്തുണച്ചും എതിർത്തുമൊക്കെ വലിയ കടിപിടിയും തെറിവിളിയുമാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. BJPയും CPMും തമ്മിൽ കനത്ത പോരിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിനിടെ ശ്രീലേഖയെ വലിയ രീതിയിലാണ് സൈബർ ഇടത്തിൽ CPMുകാർ തെറിവിളിക്കുന്നത്. ശ്രീലേഖയുടെ അഹങ്കാരം ഇവിടെ ഇറക്കണ്ട എന്നും അധിക നാൾ ഇതിങ്ങനെ മാഴിക്കില്ല എന്നുമൊക്കെയുള്ള മറുപടികളുമായിട്ട് CPMുകാരും രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഈ CPMുകാർക്ക് തിരുവനന്തപുരത്തെ ഇപ്പോൾ BJP കൊടുക്കുന്ന മറുപടിയും ഒരുത്തിയുടെ അഹങ്കാരം നിർത്തലാക്കാൻ നിങ്ങളൊന്ന് തുനിഞ്ഞിറങ്ങിയിരുന്നെങ്കിൽ കോർപ്പറേഷൻ ഇപ്പോഴും കയ്യിലിരുന്നേനെ എന്നുള്ള ചില വിമർശനങ്ങളും CPMന് നേരെ പലരും ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ CPM ഈ കാര്യത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. അതായത് ഇനി CPMനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ എന്താകും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം ശ്രീലേഖ രണ്ടും കൽപ്പിച്ചിറങ്ങുമ്പോൾ അവർ ഈ മാന്യമായിട്ടാണ്, അതായത് അടിപിടി കൂടാനോ വഴക്ക് കൂടാനോ ഒന്നും അല്ല, തനിക്ക് സ്വന്തമായ ഓഫീസ് സൗകര്യം ഇല്ലാത്തതിനാലാണ് MLA ഓഫീസിൽ നിന്ന് മാറിത്തരണമെന്ന് ആവശ്യപ്പെട്ടതാണെന്നാണ് ശ്രീലേഖ പറയുന്നത്. എന്നാൽ പ്രശാന്ത് ഇതിനെ വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൊണ്ടെത്തിച്ചു. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇതിനെ തെറ്റായ രീതിയിലേക്ക് വലിച്ചിഴിച്ചു. തന്റെ വാർഡിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് വിട്ടുതരണമെന്ന് ശ്രീലേഖയുടെ ഫോണിലൂടെ MLAയോട് ആവശ്യപ്പെട്ടു. നിലവിൽ കൗൺസിൽ തീരുമാനപ്രകാരം വാടക കരാറിലാണ് VK പ്രശാന്തിന്റെ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അടുത്ത വർഷം മാർച്ച് വരെ കരാർ കാലാവധി നിലനിൽക്കുകയാണ് കൗൺസിലറുടെ അപ്രതീക്ഷിത നീക്കം. ഇതിനെ പ്രശാന്ത് കൊടുത്തിരിക്കുന്ന മറുപടി കാലാവധി കഴിയട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ വിഷയം വലിയ രീതിയിൽ കത്തുകയാണ്. എങ്ങനെയായിരിക്കാം ഈ വിഷയത്തിൽ ഇനി CPM ഇടപെടാൻ പോകുന്നത്? ശ്രീലേഖ ഇത്തരത്തിലൊരു ചെറിയ ബോംബ് പൊട്ടിക്കുമ്പോൾ കോർപ്പറേഷനിൽ ഇതുവരെ നടന്ന അഴിമതികളുടെ വലിയൊരു കൂമ്പാരമാണ് പുറത്തു വരാൻ പോകുന്നത്. മേയർ അല്ലെങ്കിലും ഒരു കൗൺസിലറായി ശ്രീലേഖ തുടങ്ങി വെച്ച ചില കാര്യങ്ങൾ CPMനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ CPMും കോൺഗ്രസും ഒക്കെ മൂട്ടിൽ തീപിടിച്ചതുപോലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കോർപ്പറേഷനിലെ കോടികളുടെ അഴിമതി വിഷയം കൂടെ പുറത്തു വരുമ്പോൾ അത് CPMനെ താങ്ങാവുന്നതിലും അപ്പുറമാണ്. ആര്യയിലൂടെ CPMന്റെ വർഷങ്ങളോളം കൈയടക്കി വെച്ചിരുന്ന കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയി എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയാതെ CPM നെട്ടോട്ടം ഓടുമ്പോഴാണ് ആര്യയിലൂടെ പലരും നേതാക്കന്മാരും അടിച്ചു മാറ്റിയ കോടികൾ എത്രയാണ് എന്നുള്ളത് ഇനി BJP പുറത്തു കൊണ്ടുവരും. അതിന് തുടക്കം കുറിച്ച ശ്രീലേഖയ്ക്ക് തലസ്ഥാനത്തെ ജനങ്ങൾ ഇപ്പോൾ നന്ദി പറയുകയാണ്. ആര്യയുടെ അഹങ്കാരം തീരണമെങ്കിൽ അഴിമതികളെല്ലാം പുറത്തു വന്നേ മതിയാകൂ.